നമസ്കാരം. മിഡിൽ ഈസ്റ്റ് ന്യൂസിലേക്ക് എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും സ്വാഗതം. ആദ്യം നോക്കാം പ്രധാന വാർത്തകൾ. 72ാമത് ദേശീയ ചലച്ചിത്ര പുരസ്കാരത്തിൽ മലയാള തിളക്കം. മികച്ച നടനുള്ള ദേശീയ പുരസ്കാരം 2 പേർക്ക്. ഭ്രമയുഗത്തിലെ അഭിനയത്തിന് മമ്മൂട്ടിക്കും, ചന്തു ചാമ്പ്യൻ എന്ന ചിത്രത്തിലെ അഭിനയത്തിന് കാർത്തിക് ആര്യനും പുരസ്കാരം. ഭ്രമയുഗത്തിലെ ഛായാഗ്രഹണത്തിന് ഷഹനാദ് ജലാലിന് പുരസ്കാരം. മികച്ച ഗായിക വൈക്കം വിജയലക്ഷ്മി. മികച്ച മലയാള ചിത്രം ഫെമിനിച്ചി ഫാത്തിമ. മികച്ച ചിത്രം ആർട്ടിക്കിൾ 370. സംവിധായകൻ രാജ്കുമാർ പെരിയസ്വാമി. മികച്ച നടി യാമി ഗൗതം. പുരസ്കാരങ്ങളിൽ രാഷ്ട്രീയം കലർന്നിട്ടില്ലെന്ന് ജൂറി ചെയർമാൻ ജയരാജ്. തുടർച്ചയായ 7ാം ദിവസവും ഇറാന് നേരെ കനത്ത വ്യോമാക്രമണം നടത്തിയ അമേരിക്ക. ആക്രമണം ജനവാസ മേഖലയെ ലക്ഷ്യമിട്ട്. കുവൈറ്റിൽ ആക്രമണം തുടർന്ന് ഇറാൻ. വ്യാപക നാശനഷ്ടം. ആക്രമണത്തിൽ നിരവധി പേർക്ക് പരിക്ക്. ആക്രമണങ്ങൾ ചെറുത്ത് തോൽപ്പിച്ചതായി കുവൈറ്റ് പ്രതിരോധ മന്ത്രാലയം. സ്ഥിതിഗതികൾ നിയന്ത്രണ വിധേയം. ഗവൺമെന്റ് പ്ലീഡർ നിയമനത്തിൽ കോൺഗ്രസിലും KSUവിലും ഭിന്നത. നിയമനം നടന്നത് ഡീൻ കുര്യാക്കോസ് എംപിയുടെ ശുപാർശയിലെന്ന് കെ ബാബു. യോഗ്യതയുടെ അടിസ്ഥാനത്തിലാണ് നിയമനമെന്ന് ഡീൻ കുര്യാക്കോസ്. ആശങ്കകൾ KPCCയെ അറിയിച്ചുവെന്നും മുഖ്യമന്ത്രിയെ കാണുമെന്നും അലോഷ്യസ് സേവ്യർ. സർക്കാരിനെ കരിവാരിത്തേക്കാനാണ് അലോഷ്യസ് സേവ്യറിന്റെ ശ്രമമെന്ന് KSU സംസ്ഥാന ജനറൽ സെക്രട്ടറി മുബാസ് ഓടക്കാലി. ചോദ്യപേപ്പർ മാറി നൽകിയതോടെ പരീക്ഷ റദ്ദാക്കി PSC. പിഴവ്. ആലപ്പുഴയിൽ ഇന്ന് നടന്ന ലാസ്റ്റ് ഗ്രേഡ് തസ്തികയിലെ പരീക്ഷയിൽ ഉച്ചയ്ക്ക് ശേഷം നടക്കേണ്ട പരീക്ഷയുടെ ചോദ്യപേപ്പർ രാവിലത്തെ പരീക്ഷയ്ക്ക് നൽകി. പിഴവിന് പിന്നാലെ ഉച്ചയ്ക്ക് ശേഷമുള്ള പരീക്ഷ റദ്ദാക്കി. നിയമന ക്രമക്കേട് കേസിൽ ഒടുവിൽ ക്രൈംബ്രാഞ്ച് ആവശ്യപ്പെട്ട രേഖകൾ കൈമാറി PSC. ഫിഫ ലോകകപ്പിലെ 3ാം സ്ഥാനത്തിനുള്ള മത്സരം നാളെ പുലർച്ചെ 2:30. ഫ്രാൻസ് ഇംഗ്ലണ്ടിനെ നേരിടും. അർജന്റീന സ്പെയിൻ കലാശ പോരാട്ടം നാളെ രാത്രി 12:30. സ്പാനിഷ് യുവതാരം ലെമീൻ യമാലിനെ പ്രശംസിച്ചും തങ്ങളുടെ ലക്ഷ്യം കിരീടം മാത്രമാണെന്നും വ്യക്തമാക്കി അർജന്റീനൻ നായകൻ ലയണൽ മെസ്സി. വാർത്തകൾ വിശദമായി നോക്കാം. 72ാമത് ദേശീയ ചലച്ചിത്ര പുരസ്കാര പ്രഖ്യാപനത്തിൽ മലയാള തിളക്കം. ഭ്രമയുഗത്തിലെ അഭിനയത്തിലൂടെ മികച്ച നടനുള്ള പുരസ്കാരം കരസ്ഥമാക്കി മമ്മൂട്ടി. മികച്ച പിന്നണി ഗായിക വൈക്കം വിജയലക്ഷ്മി. ആർട്ടിക്കിൾ 370 മികച്ച സിനിമ. ഫെമിനിച്ചി ഫാത്തിമ മികച്ച മലയാളം സിനിമയായി തെരഞ്ഞെടുത്തു. സംവിധായകൻ ജയരാജ് അധ്യക്ഷനായ ജൂറി 72ാമത് ദേശീയ ചലച്ചിത്ര പുരസ്കാരങ്ങൾ പ്രഖ്യാപിച്ചു. 2024 സെൻസർ ചെയ്ത 400 സിനിമകളാണ് ജൂറിക്ക് മുൻപിലെത്തിയത്. ആർട്ടിക്കിൾ 370 റദ്ദാക്കിയതിനു ശേഷമുള്ള ജമ്മു കശ്മീരിന്റെ കഥ പറഞ്ഞ ആർട്ടിക്കിൾ 370 മികച്ച സിനിമ. ബ്രഹ്മയുഗത്തിലെ കൊടുമൺ പോറ്റിയെയും ചാത്തനെയും വെള്ളിത്തിരയിൽ അവിസ്മരണീയമാക്കിയ മമ്മൂട്ടിയെ മികച്ച നടനായി തിരഞ്ഞെടുത്തു. മമ്മൂട്ടിയുടെ 4ാമത് ദേശീയ പുരസ്കാരമാണിത്. Best actor in leading role shared Brahmayugam, Malayalam. This visually stunning for horror film actor Mammootty. ബോളിവുഡ് താരം കാർത്തിക് ആര്യനും മികച്ച നടനുള്ള പുരസ്കാരം പങ്കിട്ടു. ആർട്ടിക്കിൾ 370 ചിത്രത്തിലൂടെ യാമി ഗൗതം മികച്ച നടിയായി തിരഞ്ഞെടുക്കപ്പെട്ടു. മികച്ച ഛായാഗ്രഹണത്തിനുള്ള പുരസ്കാരം ബ്രഹ്മയുഗത്തിലൂടെ ഷഹനാദ് ജലാൽ നേടി. ARM എന്ന ചിത്രത്തിലെ ഗാനത്തിലൂടെ വൈക്കം വിജയലക്ഷ്മി മികച്ച ഗായികയ്ക്കുള്ള പുരസ്കാരം സ്വന്തമാക്കി. മേജർ മുകുന്ദ് വരദരാജിന്റെ ജീവിതകഥ പറഞ്ഞ അമരൻ സിനിമയിലൂടെ മികച്ച സംവിധായകനായി രാജ്കുമാർ പെരിയസ്വാമിയും എഡിറ്ററായി R കലൈവാനനും പശ്ചാത്തല സംഗീതത്തിന് GV പ്രകാശും തിരഞ്ഞെടുക്കപ്പെട്ടു. ഫാസിൽ മുഹമ്മദ് സംവിധാനം ചെയ്ത ഫെമിനിച്ചി ഫാത്തിമയാണ് മികച്ച മലയാള സിനിമ. ധനുഷ് സംവിധാനം ചെയ്ത് അഭിനയിച്ച രായനാണ് മികച്ച തമിഴ് സിനിമ. വീർ സവർക്കർ സിനിമയിലൂടെ മികച്ച നവാഗത സംവിധായകനുള്ള പുരസ്കാരം രൺദീപ് ഹൂഡ സ്വന്തമാക്കി. മികച്ച തിരക്കഥ, വസ്ത്രാലങ്കാരം എന്നീ വിഭാഗത്തിലെ പുരസ്കാരങ്ങൾ പുഷ്പ 2 സ്വന്തമാക്കി. നോൺ ഫീച്ചർ വിഭാഗത്തിൽ ഭദ്രകാളി നാടകം പ്രത്യേക പരാമർശം നേടി. അമൃത ന്യൂസ്, ന്യൂഡൽഹി. ദേശീയ ചലച്ചിത്ര പുരസ്കാര ജേതാക്കളെ അഭിനന്ദിച്ച് മുഖ്യമന്ത്രി VD സതീശൻ. ദേശീയ പുരസ്കാരത്തിൽ മലയാള സിനിമ തലയുയർത്തി നിൽക്കുന്നുവെന്നും മലയാളിക്ക് വെറും ഒരു പേരല്ല, പതിറ്റാണ്ടുകൾ കഴിഞ്ഞിട്ടും മാറ്റമില്ലാതെ തുടരുന്ന ശീലമാണെന്നും അഭിനന്ദന സന്ദേശത്തിൽ മുഖ്യമന്ത്രി പറഞ്ഞു. മുഖ്യമന്ത്രി VD സതീശൻ ഫോണിൽ വിളിച്ച് നേരിട്ട് അഭിനന്ദനം അറിയിക്കുകയും ചെയ്തു. രാജ്യത്തിന് മുൻപിൽ മലയാള സിനിമയുടെയും കേരളത്തിന്റെയും അഭിമാനം ഉയർത്തിപ്പിടിച്ച എല്ലാവർക്കും മുഖ്യമന്ത്രി അഭിനന്ദനങ്ങൾ അറിയിച്ചു. ഇനി മികച്ച ഗായികയായി തിരഞ്ഞെടുത്ത വൈക്കം വിജയലക്ഷ്മിയുടെ പ്രതികരണത്തിലേക്ക്. ഞാൻ പ്രതീക്ഷിച്ചില്ല കേട്ടോ, ഇത്രയും പെട്ടെന്ന് അനൗൺസ് ചെയ്യുമെന്ന് വിചാരിച്ചില്ല.
കേട്ടവരൊക്കെ പറഞ്ഞു നാഷണൽ അവാർഡ് ലഭിക്കും, എല്ലാവരും പറഞ്ഞു കേട്ടോ, പറയാത്തവരാരുണ്ട്. അപ്പൊ ഇത്രയും പെട്ടെന്ന് അപ്പം ഞാൻ അനൗൺസ് ചെയ്ത് അറിഞ്ഞില്ലായിരുന്നു. എന്നെ ആദ്യം വിളിച്ചു പറഞ്ഞ സുഭാഷ് ചേട്ടനാണ്, എറണാകുളത്തെ ഒരു ഡോക്യുമെന്ററി എടുത്തായിരുന്നു, സല്യൂട്ട് എന്നൊരു എനിക്ക് വേണ്ടി ഡോക്യുമെന്ററി എടുത്ത സുഭാഷ് ചേട്ടൻ പറഞ്ഞപ്പോഴാണ് ഞാൻ അറിയണേ. അഭിനന്ദനങ്ങൾ എന്ന് പറഞ്ഞു. അപ്പൊ ഇപ്പൊ എന്താ? അപ്പോഴാ പറഞ്ഞ സാറ് പറഞ്ഞു നാഷണൽ അവാർഡ് ഉണ്ട്. ARM നാഷണൽ അവാർഡ് ഉണ്ട്. അയ്യോ എന്റെ ദൈവമേ, സർപ്രൈസ് എന്ന് പറഞ്ഞാൽ ഇങ്ങനെയുണ്ട്. ഈശ്വര, ഇല്ല ഇത്രയും പെട്ടെന്ന് ആകുമെന്ന് പ്രതീക്ഷിച്ചില്ല എന്റെ അമ്മ. ഇനി മറ്റു വാർത്തകൾ നോക്കാം. KSUവിന്റെ ആശങ്കകൾ KPCC അധ്യക്ഷനെ അറിയിച്ച് സംസ്ഥാന അധ്യക്ഷൻ അലോഷ്യസ് സേവ്യർ. KSUവിന്റെ വൈകാരികതയെ ഉൾക്കൊള്ളുന്ന മുഴുവൻ നേതാക്കളും തന്നെ പിന്തുണയ്ക്കുമെന്ന് അലോഷ്യസ് പറഞ്ഞു. മുഖ്യമന്ത്രിയുമായുള്ള കൂടിക്കാഴ്ച സാധ്യമാകുമെന്നായിരുന്നു KPCC അധ്യക്ഷന്റെ പ്രതികരണം. അതേസമയം വിവാദങ്ങൾ ഉണ്ടാക്കി സർക്കാരിനെ കരിവാരി തേക്കാനാണ് അലോഷ്യസ് സേവ്യർ ശ്രമിക്കുന്നതെന്ന് ആരോപിച്ച് KSU സംസ്ഥാന ജനറൽ സെക്രട്ടറി മുബാസ് ഓടക്കാലി ഉൾപ്പെടെയുള്ളവർ രംഗത്തെത്തി. അതിനിടെ ഗവൺമെന്റ് പ്ലീഡർ സ്ഥാനത്തേക്ക് ജിയോണ ജെയിംസിനെ ശുപാർശ ചെയ്തതിൽ വിശദീകരണവുമായി ഡീൻ കുര്യാക്കോസ് എംപിയും രംഗത്തെത്തി. ഗവൺമെന്റ് പ്ലീഡർ നിയമനത്തിൽ KSUമായുള്ള അകൽച്ച കുറയ്ക്കാനുള്ള തീവ്ര ശ്രമത്തിലാണ് KPCC. മുതിർന്ന നേതാക്കൾ KSU സംസ്ഥാന അധ്യക്ഷനുമായി സംസാരിച്ചിരുന്നു. ഇതിന് പിന്നാലെയാണ് അലോഷ്യസ് സേവ്യർ KPCC അധ്യക്ഷൻ സണ്ണി ജോസഫുമായി കൂടിക്കാഴ്ച നടത്തിയത്. കൂടിക്കാഴ്ചയ്ക്ക് ശേഷം മാധ്യമങ്ങളെ കണ്ട അലോഷ്യസ് മുൻ നിലപാട് ആവർത്തിച്ചു. ഈ വിഷയം ഇങ്ങനെ മുന്നോട്ട് പോകാൻ പാടില്ലാന്നേ. അതുകൊണ്ടാണല്ലോ ഞാൻ കൃത്യമായിട്ട് പറഞ്ഞത്, പാർട്ടി ഈ വിഷയത്തിൽ ഇടപെടലുകൾ നടത്തും. KSUക്കാരുടെ പ്രയാസങ്ങൾ, വിഷമതകൾ എല്ലാം പാർട്ടി കേൾക്കും. വിവാദമാക്കേണ്ട സാഹചര്യങ്ങളില്ല എന്നും കൂടിക്കാഴ്ചക്കൊക്കെ അവസരമൊരുങ്ങുമെന്നും KPCC അധ്യക്ഷൻ പറഞ്ഞു. നമുക്ക് ആലോചിക്കാം, ഉണ്ടാകുന്നതിന് എന്താ പ്രയാസം. അതേസമയം KSU സംസ്ഥാന സമിതിയിൽ അധ്യക്ഷനെതിരെ പടയൊരുക്കം ആരംഭിച്ചിട്ടുണ്ട്. പ്ലീഡർ നിയമനത്തിൽ അലോഷ്യസ് സേവ്യർ ഉന്നയിച്ച ആരോപണങ്ങൾക്കെതിരെ സംസ്ഥാന ജനറൽ സെക്രട്ടറിയും എറണാകുളം ജില്ലാ പ്രസിഡന്റും ഉൾപ്പെടെയുള്ളവർ രംഗത്തെത്തി. ചില ആളുകൾ സർക്കാരിനെയും മുഖ്യമന്ത്രിയും ബോധപൂർവം കരിവാരി തേക്കുന്നുവെന്ന് സംസ്ഥാന ജനറൽ സെക്രട്ടറി മുബാസ് ഓടക്കാലി പറഞ്ഞു. പ്രശ്ന പരിഹാരമല്ല ചില ആളുകളുടെ ലക്ഷ്യം, മനഃപൂർവ്വം ഗവൺമെന്റിനെയും സർക്കാരിനെയും കരിവാരി തേക്കുക. കൂടിക്കാഴ്ചയ്ക്ക് ആദ്യത്തിൽ തന്നെ അവസരമുണ്ടായിരുന്നല്ലോ. ഇന്നത്തെ കേരളത്തിന്റെ മുഖ്യമന്ത്രി ഏത് സമയവും ആരെയും കാണാൻ തയ്യാറായി മുഖ്യമന്ത്രിയുടെ ഓഫീസിലും വസതിയിലും സമയം അനുവദിക്കുന്ന ഒരാളാണ്. സർക്കാരിന് നയപരമായ കാര്യങ്ങളിൽ KSUവിന് അഭിപ്രായം പറയാമെന്ന് മുൻമന്ത്രി K ബാബു വ്യക്തമാക്കി. UMPയുടെ ശുപാർശയിലാണ് വിവാദമായ നിയമനം നടന്നതെന്നും അദ്ദേഹം പറയുന്നു. KSUവിന് അഭിപ്രായം പറയുന്നത് തെറ്റില്ല. പക്ഷെ ഒരു കാര്യം, ഈ സർക്കാർ മറ്റേ വക്കീലന്മാരുടെ നിയമന കാര്യത്തിൽ ഒരു വക്കീലിൻ്റെ കാര്യത്തിൽ എനിക്ക് കൃത്യമായിട്ട് അറിയാം, അത് മുഖ്യമന്ത്രിയുടെ അടുത്ത് വേറൊരു MP ശുപാർശ ചെയ്തതാണ്. യോഗ്യതയാണ് പരിഗണന, അഡ്വക്കേറ്റ് ജനറൽ ശുപാർശയാണ് പരിഗണന, അതനുസരിച്ചിട്ടായിരിക്കും മുഖ്യമന്ത്രി ചെയ്തത്. അതിനിടെ നിയമന കാര്യത്തിൽ വ്യക്തത വരുത്തി ഡീൻ കുര്യാക്കോസ് MP തന്നെ രംഗത്തെത്തി. അപ്പോൾ ഈ പറയപ്പെടുന്ന വ്യക്തിയുമായി എനിക്ക് പരിചയമുള്ളതാണ്. സ്വാഭാവികമായിട്ടും ഈ പറയുന്നത് പോലെ ഒരു ശുപാർശ നൽകേണ്ടി വരുന്ന ഒരു സാഹചര്യം. അപ്പോൾ എൻ്റെ മുൻപിൽ ഞാൻ പരിശോധിക്കേണ്ടതായിട്ടുള്ള എല്ലാ മാനദണ്ഡങ്ങളും ഞാൻ പരിശോധിച്ചിട്ടുണ്ട്. ഇപ്പോൾ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ആ അഭിഭാഷകയുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളെല്ലാം പറഞ്ഞിട്ടുള്ളതാണ്. എങ്ങനെ ആ ഒരു സെലക്ഷൻ പ്രോസസ്സിലേക്ക് എത്തി എന്നുള്ളതിനെ സംബന്ധിച്ച് വിശദീകരിച്ചിട്ടുണ്ട്. അതിനപ്പുറത്തൊന്നും പറയാൻ ഞാൻ ആളല്ല. പക്ഷേ ശുപാർശ നൽകിയിട്ടുള്ള വ്യക്തി എന്നുള്ള നിലയിൽ എനിക്ക് 100% ബോധ്യത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ആ ഒരു പോസ്റ്റിൽ സ്യൂട്ടബിൾ ആയിട്ടുള്ള ഒരാളാണ് ഈ അഭിഭാഷക എന്ന് ബോധ്യപ്പെട്ടതിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് ഞാൻ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിക്ക് ശുപാർശ കത്ത് നൽകി. ഏതായാലും പരിഹാര ശ്രമങ്ങൾ ഒരു വശത്ത് നടക്കുന്നുണ്ടെങ്കിലും മുഖ്യമന്ത്രിയുടെ നിലപാടിനെതിരെ KSUവിൽ മാത്രമല്ല കോൺഗ്രസിലെ ഒരു വിഭാഗം നേതാക്കൾക്കിടയിലും അസംതൃപ്തിയുണ്ട്. വിവിധ ബ്യൂറോകൾക്കൊപ്പം അമൃത ന്യൂസ്, കൊച്ചി. അതേസമയം മറ്റൊരു യോഗത്തിൽ പങ്കെടുക്കേണ്ടതിനാലാണ് ഇന്നലെ നടന്ന പരിപാടിയിൽ നിന്നും മുഖ്യമന്ത്രി വേഗത്തിൽ പോയത് എന്നതാണ് KPCC പ്രസിഡന്റ് സണ്ണി ജോസഫിന്റെ വിശദീകരണം. സ്റ്റേജിൽ നിന്ന് അലോഷ്യസ് സേവ്യറെ കണ്ടില്ലെന്നും താൻ മുഖ്യമന്ത്രിയുമായി സംസാരിച്ചുവെന്നും അദ്ദേഹം പറഞ്ഞു. ഇല്ല, ഞാൻ മനസ്സിലാക്കി അദ്ദേഹം മുഖ്യമന്ത്രിയായിട്ട് ഞാൻ സംസാരിച്ചിരുന്നു. മുഖ്യമന്ത്രി ആ ചടങ്ങ് കഴിഞ്ഞ് വേഗത്തിൽ അദ്ദേഹം മറ്റൊരു പരിപാടിക്ക് പ്രധാനമന്ത്രി പങ്കെടുക്കുന്ന ഒരു ഓൺലൈൻ മീറ്റിങ്ങിലേക്ക് മുഖ്യമന്ത്രി വളരെ പെട്ടെന്ന് പോയി. അദ്ദേഹം KSU പ്രസിഡന്റിനെ കണ്ടില്ല, പുറകിലാണ് ഉണ്ടായിരുന്നെന്നാണ് എന്നോട് മുഖ്യമന്ത്രി സംസാരിച്ചത്. ആരുടെ മുന്നിലും നിലപാടുകൾ വ്യക്തമാക്കാനുള്ള ആർജവം തുടരണമെന്ന് KSU സംസ്ഥാന അധ്യക്ഷൻ അലോഷ്യസ് സേവ്യറെ ഉപദേശിച്ച് VM സുധീരൻ. ഗവൺമെന്റ് പ്ലീഡർ നിയമനത്തിൽ KSU മുഖ്യമന്ത്രി തർക്കത്തിന്റെ പേരിൽ അലോഷ്യസ് സേവ്യറെ VD സതീശൻ അവഗണിച്ച് കടന്നുപോയ സാഹചര്യത്തിലാണ് VM സുധീരന്റെ ഉപദേശം. KPCCയിൽ നടന്ന ഉമ്മൻചാണ്ടി അനുസ്മരണ യോഗം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. അലോഷ്യസ് സേവ്യർ ഇവിടെ KSUവിനെ നയിക്കുന്നു. ആരുടെ മുമ്പിലും നിലപാടുകൾ വ്യക്തമാക്കാനുള്ള ആർജവം
അതാണ് കേരള വിദ്യാർത്ഥി യൂണിയൻ്റെ യൂത്ത് കോൺഗ്രസിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത. ആർജവമായി തുടർന്നു പോവുക. ഇടയ്ക്ക് ചില പ്രയാസങ്ങളൊക്കെ വരും, അതൊന്നും അത്ര ഗൗരവമായി എടുക്കരുത്. ഉമ്മൻചാണ്ടിയുടെ 3ാം അനുസ്മരണത്തിൽ കല്ലറയിൽ പുഷ്പാർച്ചന നടത്തി മുഖ്യമന്ത്രി വി ഡി സതീശൻ. ഉച്ചയ്ക്ക് 1:30 വി ഡി സതീശൻ പുതുപ്പള്ളി പള്ളിയിലെത്തിയത്. ചാണ്ടിയുമ്മൻ MLAയും ജില്ലയിൽ നിന്നുമുള്ള പ്രമുഖ കോൺഗ്രസ് നേതാക്കളും ഒപ്പമുണ്ടായിരുന്നു. ഉമ്മൻചാണ്ടിയുടെ 3ാം ചരമവാർഷികത്തോടനുബന്ധിച്ച് പുതുപ്പള്ളിയിൽ സംഘടിപ്പിച്ച അനുസ്മരണ യോഗത്തിൽ വി ഡി സതീശൻ പങ്കെടുക്കാത്തതിനെ ചൊല്ലി രാഷ്ട്രീയ വിമർശനങ്ങൾ ഉയർന്നിരുന്നു. അതേസമയം ഉമ്മൻചാണ്ടിയുടെ വാർഷികത്തോടനുബന്ധിച്ച് വിവാദങ്ങൾ ഉണ്ടാക്കരുതെന്ന് അനുസ്മരണ യോഗത്തിൽ ചാണ്ടിയുമ്മൻ അഭ്യർത്ഥിച്ചിരുന്നു. ചാണ്ടിയുമ്മനും കോൺഗ്രസ് നേതാക്കളുമായി ഹ്രസ്വമായ കൂടിക്കാഴ്ചയ്ക്ക് ശേഷമാണ് മുഖ്യമന്ത്രി മടങ്ങിയത്. പിഴവ് ആവർത്തിച്ച് PSC. ആലപ്പുഴയിൽ PSC പരീക്ഷാ പേപ്പർ മാറി നൽകി. ഉച്ചയ്ക്ക് ശേഷം നടക്കേണ്ട പരീക്ഷയുടെ ചോദ്യപേപ്പറാണ് രാവിലത്തെ പരീക്ഷയ്ക്ക് നൽകിയത്. പിഴവിന് പിന്നാലെ ഉച്ചയ്ക്ക് ശേഷമുള്ള പരീക്ഷ റദ്ദാക്കി. സംഭവിച്ചത് സാങ്കേതിക പിഴവ് മാത്രമെന്നാണ് PSCയുടെ വിശദീകരണം. ഉദ്യോഗാർത്ഥികളുടെ എണ്ണം കൂടുതലായതിനാൽ 2 ഘട്ടങ്ങളിലായി പരീക്ഷ നടത്തുകയായിരുന്നു. വിവിധ സ്ഥാപനങ്ങളിലേക്കുള്ള പ്രിലിമിനറി പരീക്ഷയാണ് നടത്തിയത്. രാവിലെ നടന്ന പരീക്ഷ കഴിഞ്ഞ ശേഷമാണ് ഉദ്യോഗസ്ഥർക്ക് അബദ്ധം മനസ്സിലായത്. ഇതോടെ ഉച്ചയ്ക്ക് ശേഷമുള്ള പരീക്ഷ റദ്ദാക്കുകയായിരുന്നു. ആസൂത്രണ ബോർഡ് നിയമന തട്ടിപ്പിലെ വിവരങ്ങൾ പുറത്തുവരുന്നതിനിടെയാണ് പുതിയ സംഭവ വികാസങ്ങൾ. ആസൂത്രണ ബോർഡ് പരീക്ഷയിലെ 10 ചോദ്യങ്ങൾ മൂല്യനിർണ്ണയം നടത്താതെ റാങ്ക് ലിസ്റ്റ് തയ്യാറാക്കിയതും ഇടത് സംഘടനാ നേതാവാണ് 1ാം റാങ്കും കിട്ടിയതുമെല്ലാം വൻ വിവാദമായി. ഇതിന് പിന്നാലെയാണ് ആലപ്പുഴയിലെ പിഴവ്. നമുക്ക് ക്വസ്റ്റ്യൻ പേപ്പർ തന്നില്ല, നമ്മൾ ഹാളിൽ ഇരിക്കുമായിരുന്നു പരീക്ഷയ്ക്ക് റെഡിയായിട്ട്. എന്നിട്ടേക്കാണ് പറഞ്ഞത് എക്സാം മാറ്റി വെച്ചു. ഈ അംഗവൈകല്യമുള്ളവരുണ്ട് ദൂരെ നിന്ന് വരുന്നവർ, അവരൊക്കെ പരീക്ഷ എഴുതാൻ വന്നിട്ട് പോയപ്പോഴാണ് നമുക്കൊരു വിഷമമായി പോയത്. അതേസമയം സാങ്കേതിക പിഴവ് മാത്രമാണ് ഉണ്ടായതെന്നാണ് PSCയുടെ വാദം. രാവിലെയും ഉച്ച കഴിഞ്ഞും നടക്കേണ്ട പരീക്ഷകളുടെ ചോദ്യപേപ്പറുകൾ ഒരുമിച്ചായിരുന്നു വെച്ചത്. എന്നാൽ ഉച്ച കഴിഞ്ഞ് നടക്കേണ്ട പരീക്ഷാ ചോദ്യപേപ്പറിൽ ആഫ്റ്റർനൂൺ എന്ന് എഴുതിയിരുന്നു. ഇത് കാണാതെയാണ് ചോദ്യപേപ്പർ മാറിയതിന് കാരണമെന്ന് PSC വാർത്താക്കുറിപ്പിൽ അറിയിച്ചു. ചോദ്യപേപ്പർ മാറിയതിനെ തുടർന്ന് സംസ്ഥാനത്ത് വിവിധ സെന്ററുകളിൽ നടക്കേണ്ടിരുന്ന പരീക്ഷകൾ റദ്ദാക്കി. പുതുക്കിയ തീയതി പിന്നീട് അറിയിക്കും. സംഭവത്തിൽ PSC വകുപ്പ് തല അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. പരീക്ഷ മുടങ്ങിയതോടെ 10,000-കണക്കിന് ഉദ്യോഗാർത്ഥികളാണ് ബുദ്ധിമുട്ടുണ്ടായത്. അമൃത ന്യൂസ്, ആലപ്പുഴ. PSC നിയമന ക്രമക്കേടിൽ ക്രൈംബ്രാഞ്ച് ആവശ്യപ്പെട്ട രേഖകൾ കൈമാറി കമ്മീഷൻ. ഇന്നലെ വൈകിട്ടാണ് രേഖകൾ കൈമാറിയത്. അതേസമയം വിവരാവകാശ പ്രകാരം ഉദ്യോഗാർത്ഥികൾക്ക് രേഖകൾ കൈമാറില്ലെന്ന ആരോപണത്തിൽ ഹൈക്കോടതിയിൽ അപ്പീൽ നൽകാനാണ് PSCയുടെ തീരുമാനം. PSC നിയമന ക്രമക്കേടിൽ നടക്കുന്ന ക്രൈംബ്രാഞ്ച് അന്വേഷണത്തിനായാണ് PSC രേഖകൾ കൈമാറിയത്. ഇന്നലെ വൈകിട്ട് PSC നിയോഗിച്ച സമിതി രേഖകൾ അന്വേഷണ സംഘത്തിന് നൽകുകയായിരുന്നു. ക്രൈംബ്രാഞ്ച് ആവശ്യപ്പെട്ട ചോദ്യപേപ്പർ, ഉത്തരക്കടലാസ്, ഇന്റർവ്യൂ ലിസ്റ്റ്, ഓൺ സ്ക്രീൻ മാർക്കിംഗ് റെക്കോർഡ് എന്നിവയാണ് നൽകിയത്. എന്നാൽ ചോദ്യപേപ്പർ തയ്യാറാക്കിയവരുടെ പട്ടിക അന്വേഷണ സംഘം ചോദിച്ചിരുന്നില്ല. വരും ദിവസങ്ങളിൽ PSCയുമായി ബന്ധപ്പെട്ടവരെ IG അജിത ബീഗത്തിന്റെ നേതൃത്വത്തിലുള്ള സംഘം ചോദ്യം ചെയ്യും. ബോർഡ് അംഗങ്ങൾ, ഉദ്യോഗസ്ഥർ എന്നിവരിൽ ആരെയൊക്കെ ചോദ്യം ചെയ്യലിന് വിളിക്കണമെന്ന് SIT തീരുമാനിക്കും. രേഖകളും മൊഴികളും പരിശോധിച്ച് ക്രമക്കേടിന് പ്രഥമദൃഷ്ട്യാ തെളിവ് ലഭിച്ചാൽ FIR രജിസ്റ്റർ ചെയ്യാനാണ് തീരുമാനം. അതേസമയം വിവരാവകാശ പ്രകാരം ഉദ്യോഗാർത്ഥികൾക്ക് രേഖകൾ നൽകില്ലെന്ന് PSC നേരത്തെ മറുപടി നൽകിയിരുന്നു. രേഖകൾ നൽകണമെന്ന വിവരാവകാശ കമ്മീഷൻ ഉത്തരവിനെതിരെ ഹൈക്കോടതിയിൽ അപ്പീൽ നൽകാനാണ് PSC തീരുമാനം. അമൃത ന്യൂസ്, തിരുവനന്തപുരം. തുടർച്ചയായ 7ാം ദിവസവും ഇറാന് നേരെ കനത്ത വ്യോമാക്രമണം നടത്തിയ അമേരിക്ക. ജനവാസ മേഖലകൾ ലക്ഷ്യമിട്ടാണ് ആക്രമണമെന്ന് ഇറാൻ ആരോപിച്ചു. അതിനിടെ അമേരിക്കയ്ക്ക് അന്ത്യശാസനയുമായി ഇറാൻ രംഗത്തെത്തി. യുദ്ധം ഉടൻ നിർത്തിയില്ലെങ്കിൽ സമ്പൂർണ്ണ നാശമെന്നാണ് മുന്നറിയിപ്പ് നൽകിയത്. ഇറാനിലെ ജനവാസ മേഖലയിലേക്കും അടിസ്ഥാന സൗകര്യ സംവിധാനങ്ങളിലേക്കും ആക്രമണം തുടങ്ങിയതോടെയാണ് അമേരിക്കയ്ക്ക് ഇറാൻ മുന്നറിയിപ്പ് നൽകിയത്. അതേസമയം പശ്ചിമേഷ്യൻ സംഘർഷം വ്യാപിക്കുന്ന സാഹചര്യത്തിൽ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിനും കുടുംബത്തിനുമെതിരെ വധഭീഷണി മുഴക്കി ഇറാൻ തലസ്ഥാനത്ത് വീണ്ടും കൂറ്റൻ ബാനർ ഉയർന്നു. കത്തിയെരിയുന്ന വൈറ്റ് ഹൗസിന്റെ പശ്ചാത്തലത്തിലാണ് അമേരിക്കൻ ദേശീയ പതാക പുതപ്പിച്ച ശവപ്പെട്ടികൾക്ക് മുകളിലായി ഡൊണാൾഡ് ട്രംപിന്റെയും അദ്ദേഹത്തിന്റെ കുടുംബാംഗങ്ങളുടെയും ചിത്രങ്ങൾ ഉൾപ്പെടുത്തി ബാനർ നിർമ്മിച്ചിരിക്കുന്നത്. സെൻട്രൽ ടെഹ്റാനിലാണ് ബാനർ സ്ഥാപിച്ചത്. കുവൈറ്റിൽ എണ്ണ മേഖലയിലെ ഒരു കേന്ദ്രത്തിന് നേരെ ഇറാൻ ആക്രമണം നടത്തിയതായി കുവൈറ്റ് പെട്രോളിയം കോർപ്പറേഷൻ. ആക്രമണത്തിൽ നിരവധി പേർക്ക് പരിക്കേൽക്കുകയും വൻതോതിൽ ഭൗതിക നാശനഷ്ടങ്ങൾ സംഭവിക്കുകയും ചെയ്തതായും അധികൃതർ വ്യക്തമാക്കി. ആക്രമണത്തിൽ പരിക്കേറ്റവരെ ഉടനെ തന്നെ ആശുപത്രികളിലേക്ക് മാറ്റി ചികിത്സ ഉറപ്പാക്കി. സുരക്ഷാ മുൻകരുതലിന്റെ ഭാഗമായി ആക്രമണത്തിനിരയായ
കേന്ദ്രം ഒഴിപ്പിച്ചതായും പെട്രോളിയം കോർപ്പറേഷൻ അറിയിച്ചു. സംഭവത്തെ തുടർന്ന് സ്ഥിതിഗതികൾ നിയന്ത്രണ വിധേയമാക്കുന്നതിനും നാശനഷ്ടങ്ങൾ വിലയിരുത്തുന്നതിനുമുള്ള നടപടികൾ ബന്ധപ്പെട്ട സർക്കാർ ഏജൻസികളുമായി ഏകോപനം നടത്തി പുരോഗമിക്കുകയാണെന്നും അധികൃതർ അറിയിച്ചു. അതേസമയം കുവൈറ്റിന് നേരെ ഇന്ന് പുലർച്ചെ മുതൽ ബാലിസ്റ്റിക് മിസൈലുകളും ഡ്രോണുകളും ഉപയോഗിച്ച് ഇറാൻ നടത്തിയ നിരവധി ആക്രമണങ്ങൾ ചെറുത്തു തോൽപ്പിച്ചതായി കുവൈറ്റ് പ്രതിരോധ മന്ത്രാലയത്തിന്റെ വക്താവ് കേണൽ സൗദ് അബ്ദുൾ അസീസ് അൽ അത്വാൻ രാജ്യത്തെ നിരവധി സൈനിക സുരക്ഷാ സ്ഥാപനങ്ങൾക്ക് പുറമെ എണ്ണ, വൈദ്യുതി, ജല മേഖലയിലെ സുപ്രധാന അടിസ്ഥാന സൗകര്യങ്ങളെയും ആക്രമണം ലക്ഷ്യമിട്ടതായും അദ്ദേഹം പറഞ്ഞു. ആക്രമണത്തെ തുടർന്ന് വിവിധ കേന്ദ്രങ്ങളിൽ തീപിടുത്തമുണ്ടാകുകയും നിരവധി അടിസ്ഥാന സൗകര്യങ്ങൾക്കും കെട്ടിടങ്ങൾക്കും നാശനഷ്ടങ്ങൾ ഉണ്ടായി. ബന്ധപ്പെട്ട വകുപ്പുകളുടെ നേതൃത്വത്തിൽ തീയണയ്ക്കുവാനും അറ്റകുറ്റപ്പണികൾ നടത്തുവാനുമുള്ള നടപടികൾ ഉടൻ ആരംഭിച്ചതായും അദ്ദേഹം അറിയിച്ചു. കുവൈറ്റ് അന്താരാഷ്ട്ര വിമാനത്താവളത്തിലെ വിമാന സർവീസുകൾക്ക് നിയന്ത്രണം ഏർപ്പെടുത്തിയതിനെ തുടർന്ന് തങ്ങളുടെ ഭൂരിഭാഗം വിമാന സർവീസുകളും പുനഃക്രമീകരിച്ചതായി കുവൈറ്റ് എയർവേസ്. സുരക്ഷാ മുൻകരുതലുകളുടെ ഭാഗമായി വിമാനത്താവളത്തിലെ വിമാനങ്ങൾ ഇറങ്ങുന്നതിനും പറന്ന് ഉയരുന്നതിനുമുള്ള നടപടികൾ താൽക്കാലികമായി നിർത്തിവെക്കേണ്ട സാഹചര്യത്തിലാണ് സമയക്രമത്തിൽ മാറ്റം വരുത്തിയത്. യാത്രക്കാർ തങ്ങളുടെ വിമാനങ്ങളുടെ നിലവിലെ സ്ഥിതി കൃത്യമായി നിരീക്ഷിക്കണമെന്നും അധികൃതർ അറിയിച്ചിട്ടുണ്ട്. വിമാനങ്ങളുടെ പുതുക്കിയ സമയം സംബന്ധിച്ച വിവരങ്ങൾ യാത്രക്കാർ ബുക്കിംഗ് സമയത്ത് നൽകിയ ഫോൺ നമ്പറുകളിലേക്ക് SMS ആയി അയക്കുന്നതാണെന്നും കമ്പനി വ്യക്തമാക്കിയിട്ടുണ്ട്. ഹംദാൻ ബിൻ മുഹമ്മദ് ഗവൺമെന്റ് സർവീസസ് പ്രോഗ്രാമിന്റെ ബെസ്റ്റ് ഡിജിറ്റൽ സിറ്റി എക്സ്പീരിയൻസ് അവാർഡ് GDRFA ദുബായിയുടെ ഡൊമസ്റ്റിക് വർക്കർ മാനേജ്മെന്റ് സേവനത്തിന് ലഭിച്ചു. ഉപഭോക്തൃ അനുഭവം മെച്ചപ്പെടുത്തുന്നതിനായി അത്യാധുനിക ഡിജിറ്റൽ സംവിധാനങ്ങൾ ഫലപ്രദമായി നടപ്പിലാക്കിയതിനാണ് ഈ അംഗീകാരം. കൂടുതൽ സമഗ്രവും നൂതനവുമായ സർക്കാർ സേവനങ്ങൾ രൂപകൽപ്പന ചെയ്ത ഭാവിയുടെ ആവശ്യങ്ങൾ നിറവേറ്റുന്ന സേവനാനുഭവങ്ങൾ ഒരുക്കാനുള്ള GDRFA ദുബായിയുടെ പ്രതിബദ്ധതയാണ് ഈ നേട്ടം അടിവരയിടുന്നത്. ഈ അംഗീകാരത്തിന് പിന്നിൽ പ്രവർത്തിച്ച പങ്കാളികൾക്കും ജീവനക്കാർക്കും GDRFA നന്ദി അറിയിച്ചു. എല്ലാവരുടെയും കൂട്ടായ പ്രവർത്തനവും വൈവിധ്യവുമാണ് ഈ നേട്ടത്തിന് വഴിയൊരുക്കിയതെന്നും അധികൃതർ വ്യക്തമാക്കി. സൗദി അറേബ്യയിലെ ഇന്ത്യൻ അംബാസഡറായി സേവനമനുഷ്ഠിച്ച ശേഷം ന്യൂഡൽഹിയിലെ വിദേശകാര്യ മന്ത്രാലയത്തിലേക്ക് മടങ്ങുന്ന ഡോക്ടർ സുഹേൽ അജാസ് ഖാൻ റിയാദിൽ പ്രവാസി ഇന്ത്യൻ സമൂഹം ഹൃദ്യമായ യാത്രയയപ്പ് നൽകി. ഓൾ ഇന്ത്യ സ്റ്റിയറിംഗ് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ ഒലയിലെ ഹോളിഡേ ഇൻ അൽ ഖസർ ഹോട്ടലിൽ സംഘടിപ്പിച്ച ചടങ്ങിലാണ് വിവിധ സംസ്ഥാനങ്ങളിൽ നിന്നുമുള്ള സംഘടനാ പ്രതിനിധികളും സാമൂഹിക പ്രവർത്തകരും അംബാസഡറെ ആദരിച്ചത്. യാത്രയയപ്പിന് നന്ദി അറിയിച്ച് സംസാരിച്ചു. ഇന്ത്യ സൗദി ഉഭയകക്ഷി ബന്ധം കൂടുതൽ ശക്തിപ്പെടുത്തുന്നതിൽ പ്രവാസി സമൂഹത്തിന്റെയും ഇന്ത്യൻ ബിസിനസ് സമൂഹത്തിന്റെയും പങ്ക് നിർണായകമാണെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി. ചടങ്ങിൽ ഇന്ത്യൻ എംബസിയുടെ ഡെപ്യൂട്ടി ചീഫ് ഓഫ് മിഷൻ അബു മാത്തൻ ജോർജ്, സ്റ്റിയറിംഗ് കമ്മിറ്റി അംഗങ്ങളായ ഷിഹാബ് കൊട്ടുകാട്, നിയാസ് അഹമ്മദ്, മിസ്ബാഹുൽ ആരിഫിൻ, KM കനകലാൽ, മുഹമ്മദ് മുബീൻ തുടങ്ങിയവർ സംസാരിച്ചു. പരിപാടിയിൽ കൺവീനർ മുഹമ്മദ് സൈഗം ഖാൻ സ്വാഗതവും അബ്ദുൾ അഹമ്മദ് സിദ്ദീഖി നന്ദിയും രേഖപ്പെടുത്തി. ജിദ്ദയിലെ അൽ ഹുസൈൻ മാർക്കറ്റ് പരിസരത്തുള്ള ജീർണാവസ്ഥയിലായ കടകളും സമീപത്തെ കെട്ടിടങ്ങളും 2 മാസത്തിനകം ഒഴിഞ്ഞു പോകണമെന്ന് ജിദ്ദ മുനിസിപ്പാലിറ്റി കെട്ടിട ഉടമകൾക്ക് നോട്ടീസ് നൽകി. കെട്ടിടങ്ങളുടെ തകർച്ചാ സാധ്യതയും പൊതുജനങ്ങളുടെ സുരക്ഷയും മുൻനിർത്തിയാണ് നടപടി. നോട്ടീസ് ലഭിച്ച തീയതി മുതൽ 60 ദിവസത്തെ നിയമപരമായ സമയപരിധി നിശ്ചയിച്ചിട്ടുണ്ടെന്ന് അൽ ജനൂബ് സബ് മുനിസിപ്പാലിറ്റി മേധാവി ഇബ്രാഹിം അൽ സുലാമി വ്യക്തമാക്കി. എഞ്ചിനീയറിംഗ് വിഭാഗം നേരത്തെ തന്നെ ഈ പ്രദേശങ്ങളിൽ വിശദമായ പരിശോധന നടത്തിയിരുന്നു. ഈ കടകളുടെയും കെട്ടിടങ്ങളുടെയും ഘടനാപരമായ അവസ്ഥ ഒട്ടും സുരക്ഷിതമല്ല എന്നും പരിശോധനാ ഫലം വ്യക്തമാക്കുന്നു. നിലവിലുള്ള സാഹചര്യത്തിൽ ഇവ നിലനിർത്തുന്നത് പൊതുസുരക്ഷയ്ക്ക് വലിയ ഭീഷണിയാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. മറ്റു മെഡിക്കൽ കോളേജുകളേക്കാൾ മോശം അവസ്ഥയിലാണ് വണ്ടാനം മെഡിക്കൽ കോളേജ് എന്ന് ആരോഗ്യമന്ത്രി K മുരളീധരൻ. കൂടുതൽ മരുന്നുകൾ ഗവൺമെന്റ് ആശുപത്രികളിൽ എത്തിക്കും. ഉച്ചഭക്ഷണം കമ്മ്യൂണിറ്റി കിച്ചൺ വഴിയാക്കും. ബാനർ കെട്ടി ഭക്ഷണം കൊടുക്കാൻ പാടില്ല. കൊടി കെട്ടേണ്ട സ്ഥലമല്ല സർക്കാർ ആശുപത്രിയെന്നും K മുരളീധരൻ പറഞ്ഞു. പാർലമെന്റിന്റെ വർഷകാല സമ്മേളനം തിങ്കളാഴ്ച ആരംഭിക്കാനിരിക്കെ പ്രതിഷേധം ശക്തമാക്കാനൊരുങ്ങി പ്രതിപക്ഷം. അയോധ്യ സംഭാവന ക്രമക്കേട്, ചോദ്യപേപ്പർ ചോർച്ച ഉൾപ്പെടെയുള്ള വിഷയങ്ങൾ പ്രതിപക്ഷം ആയുധമാക്കും. വികസന നേട്ടങ്ങൾ ഉയർത്തിക്കാട്ടി പ്രതിരോധിക്കാനാണ് NDA നയരൂപീകരണ യോഗത്തിലെ തീരുമാനം. സഭാ സമ്മേളനത്തിന് മുൻപായുള്ള സർവകക്ഷി യോഗം നാളെ നടക്കും.
വർഷകാല സമ്മേളനം ആരംഭിക്കാനിരിക്കെ നീറ്റ് ചോദ്യപേപ്പർ ചോർച്ച, അയോധ്യ സംഭാവന ക്രമക്കേട്, വിലക്കയറ്റം തുടങ്ങിയ വിഷയങ്ങൾ ഉയർത്തി പാർലമെന്റിനകത്തും പുറത്തും പ്രതിഷേധിക്കാനാണ് പ്രതിപക്ഷ നീക്കം. വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാന്റെ രാജിയും പ്രതിപക്ഷം ആവശ്യപ്പെടും. വികസന പദ്ധതികളും സർക്കാരിന്റെ നേട്ടങ്ങളും ചൂണ്ടിക്കാട്ടി പ്രതിരോധം തീർക്കാനാകും ഭരണപക്ഷത്തിന്റെ ശ്രമം. സഭയ്ക്കകത്തെ നയങ്ങൾ ചർച്ച ചെയ്യാനായി ചേർന്ന NDA കക്ഷി നേതാക്കളുടെയും മുതിർന്ന കേന്ദ്രമന്ത്രിമാരുടെയും യോഗം ഇക്കാര്യം ചർച്ച ചെയ്തു. FCRA നിയമ ഭേദഗതി ഉൾപ്പെടെ 7 ബില്ലുകൾ ഈ സമ്മേളനത്തിൽ അവതരിപ്പിക്കും. വന്ദേമാതരത്തെ അപമാനിച്ചാൽ കടുത്ത ശിക്ഷ നൽകുന്ന ബിൽ, ജനന മരണ രജിസ്ട്രേഷൻ ഭേദഗതി ബിൽ, ഇൻകം ടാക്സ് ഭേദഗതി ബിൽ, ഉന്നത വിദ്യാഭ്യാസ കമ്മീഷൻ ബിൽ എന്നിവയാണ് ലോക്സഭാ സെക്രട്ടേറിയറ്റ് ലിസ്റ്റ് ചെയ്തിട്ടുള്ളത്. ഒരു രാജ്യം ഒരു തെരഞ്ഞെടുപ്പ് ബില്ലിന് അന്തിമ രൂപം നൽകുന്നുണ്ടെങ്കിലും ഈ സമ്മേളന കാലയളവിൽ അവതരിപ്പിക്കുമോ എന്നതിൽ വ്യക്തതയില്ല. തൃണമൂൽ കോൺഗ്രസ്, ആം ആദ്മി, NCP, ശരത് പവാർ വിഭാഗം പാർട്ടികളിൽ നിന്ന് MPമാർ BJP നേതൃത്വം നൽകുന്ന NDAയുടെ ഭാഗമായതിനു ശേഷം നടക്കുന്ന ആദ്യ പാർലമെന്റ് സമ്മേളനമാണിത്. പ്രത്യേക ഇരിപ്പിടം അനുവദിക്കണമെന്ന് തൃണമൂൽ വിട്ട MPമാരും DMKയും സ്പീക്കർക്ക് കത്ത് നൽകിയിരുന്നു. അമൃത ന്യൂസ്, ന്യൂഡൽഹി. ഡൽഹിയിൽ ജന്തർ മന്ദറിൽ അനിശ്ചിതകാല നിരാഹാര സമരം നടത്തിയിരുന്ന ആക്ടിവിസ്റ്റ് സോനം വാങ്ചുക്കിനെ പോലീസ് കസ്റ്റഡിയിലെടുത്ത് ആശുപത്രിയിലേക്ക് മാറ്റി. അദ്ദേഹത്തിന്റെ ആരോഗ്യനില മോശമാണെന്ന് ഡോക്ടർമാർ റിപ്പോർട്ട് ചെയ്തിരുന്നു. സമരക്കാരോട് പോലീസ് ഒഴിഞ്ഞുപോകാൻ ആവശ്യപ്പെട്ടത് വാക്കുതർക്കത്തിന് കാരണമായി. സമരം അവസാനിപ്പിക്കില്ലെന്നും വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ രാജിവെക്കണമെന്നും കോക്രോച്ച് പാർട്ടി നേതാവ് അഭിജിത്ത് ദീപ്കെ പറഞ്ഞു. ബഹിരാകാശ ചരിത്രത്തിൽ പുതിയ അധ്യായം കുറിച്ചിരിക്കുകയാണ് ഇന്ത്യ. രാജ്യത്തെ ആദ്യ സ്വകാര്യ ബഹിരാകാശ റോക്കറ്റ് വിക്രം-1 വിക്ഷേപിച്ചു. ISROയുടെ ശ്രീഹരിക്കോട്ടയിലെ സതീഷ് ധവാൻ സ്പേസ് സെന്ററിലെ 1ാം ലോഞ്ച് പാഡിൽ നിന്നുമാണ് വിക്ഷേപണം. ദൗത്യത്തിൽ എല്ലാവരെയും പ്രധാനമന്ത്രി നരേന്ദ്രമോദി അഭിനന്ദനം അറിയിച്ചു. മേത്തർ ഈഗിൾസ് FC പന്തോളം സമർപ്പിക്കുന്നത് മേത്തർ ഈഗിൾസ് FC കേരള. ഫിഫ 2026 ലോകകപ്പ് ഫൈനലിൽ അർജന്റീനയും സ്പെയിനും തമ്മിൽ മാറ്റുരയ്ക്കുന്ന ആവേശ പോരാട്ടം തത്സമയം കാണാൻ സൗദിയുടെ വിവിധ ഭാഗങ്ങളിൽ ബിഗ് സ്ക്രീനുകൾ ഒരുങ്ങുന്നു. ജിദ്ദയിൽ വിവിധ കേന്ദ്രങ്ങളിൽ ഈ സൗകര്യമുണ്ട്. ജിദ്ദ ബാഗ്ദാദിയിലെ അൽ വഫ ഹൈപ്പർ മാർക്കറ്റിൽ നാളെ രാത്രി 9:30 മുതൽ വമ്പൻ സ്ക്രീനിൽ എല്ലാ സൗകര്യത്തോടും കൂടി മത്സരം കാണാം. സമാനമായ രീതിയിൽ ഷറഫിയ അൽ അബീർ റൂഫ് ഓഡിറ്റോറിയത്തിൽ നിലമ്പൂർ KMCC ജിദ്ദ കമ്മിറ്റിയും വിപുലമായ സൗകര്യമാണ് ഒരുക്കിയിട്ടുള്ളത്. ലോകകപ്പിന്റെ തുടക്കം മുതൽ കളിപ്രേമികൾക്ക് തത്സമയ ദൃശ്യവിരുന്നൊരുക്കി ദേപുട്ട്, ഷറഫിയ, എലാറ, ഫൈസൽ സ്റ്റോർ, സഫയർ ഓഡിറ്റോറിയം എന്നിവിടങ്ങളിലും ഫൈനൽ മത്സരത്തിനായി വിപുലമായ സ്ക്രീനുകൾ ഉണ്ടാകുമെന്ന് സ്ഥാപന ഉടമകൾ അറിയിച്ചു. ലോകകപ്പിലെ 3ാം സ്ഥാനത്തുള്ളവർക്കായുള്ള മത്സരം നാളെ നടക്കും. പുലർച്ചെ 2:30 മയാമിയിലാണ് ഫ്രാൻസും ഇംഗ്ലണ്ടും തമ്മിലുള്ള പോരാട്ടം. ടൂർണമെന്റിലെ ഏറ്റവും മികച്ച 2 ലോകോത്തര ടീമുകൾ തമ്മിലുള്ള ആവേശകരമായ പോരാട്ടമാണെന്ന പ്രത്യേകതയും ഈ മത്സരത്തിനുണ്ട്. സെമി ഫൈനലിൽ കാലിടറി വീണ ഫ്രാൻസും ഇംഗ്ലണ്ടും തമ്മിൽ 3ാം സ്ഥാനക്കാർക്ക് വേണ്ടിയുള്ള ലൂസേഴ്സ് ഫൈനൽ ഏറ്റുമുട്ടുമ്പോൾ ആവേശം ഒട്ടും കുറയില്ല. ബ്രോൺസ് ഫൈനൽ എന്ന് വിളിക്കുന്ന ഈ മത്സരം ഇരു ടീമുകൾക്കും തങ്ങളുടെ അന്തസ്സ് വീണ്ടെടുക്കാനുള്ള അവസരമാണ്. മയാമിയിൽ നടക്കുന്ന മത്സരം ഇന്ത്യൻ സമയം പുലർച്ചെ 2:30 ടൂർണമെന്റിൽ മികച്ച ഫോമിലായിരുന്ന ഫ്രാൻസിനെ സെമിയിൽ സ്പെയിൻ എതിരില്ലാത്ത 2 ഗോളുകൾക്കാണ് തോൽപ്പിച്ചത്. കഴിഞ്ഞ ലോകകപ്പിലെ ഫൈനലിസ്റ്റുകളായിരുന്നു ഫ്രാൻസ്. 1966 ശേഷം ആദ്യ കിരീടം ലക്ഷ്യമിട്ടെത്തിയ ഇംഗ്ലണ്ടിന് അർജന്റീനയ്ക്കെതിരെയാണ് അടിതെറ്റിയത്. ഫ്രാൻസിന്റെ 4ാം ലൂസേഴ്സ് ഫൈനലാണ്. 1958, 1982, 1986 ലോകകപ്പുകളിലാണ് ഇതിനു മുൻപ് ലൂസേഴ്സ് ഫൈനലിൽ കളിച്ചത്. ടൂർണമെന്റിലെ ഏറ്റവും മികച്ച 2 ലോകോത്തര ടീമുകൾ തമ്മിലുള്ള ആവേശകരമായ പോരാട്ടമാണിത് എന്നൊരു പ്രത്യേകതയുമുണ്ട്. ഈ മത്സരം ആദ്യമായി അവതരിപ്പിച്ചത് 1934 ഇറ്റലിയിൽ വെച്ച് നടക്കുന്ന 2ാമത്തെ ലോകകപ്പിലാണ്. ഈ മത്സരം വെറുമൊരു പ്രദർശന മത്സരമല്ല, മറിച്ച് ഒരു ഔദ്യോഗിക ലോകകപ്പ് മത്സരമായതിനാൽ ഇതിൽ കളിക്കാർ നേടുന്ന ഗോളുകൾ ടൂർണമെന്റിലെ ഏറ്റവും ഉയർന്ന ഗോൾ വേട്ടക്കാരനുള്ള ഗോൾഡൻ ബൂട്ട് പുരസ്കാരത്തിനായുള്ള ഔദ്യോഗിക കണക്കിൽ ഉൾപ്പെടുത്തുമെന്നതും ശ്രദ്ധേയമാണ്. നാളെ നടക്കുന്ന മത്സരവും ഈ വർഷത്തെ ഗോൾഡൻ ബൂട്ട് വിജയെ നിർണ്ണയിക്കുന്നതിൽ വളരെ പ്രധാനപ്പെട്ട പങ്ക് വഹിക്കും. നിലവിൽ അർജന്റീനയുടെ ലയണൽ മെസ്സി 8 ഗോളുകളും 4 അസിസ്റ്റുകളുമായി ഒന്നാമതാണ്. എന്നാൽ ഫ്രാൻസിന്റെ കിലിയൻ എംബാപ്പെ 8 ഗോളുകളും 3 അസിസ്റ്റുകളുമായി മെസ്സിക്ക് തൊട്ടു പിന്നിലുണ്ട്. സ്പോർട്സ് ഡെസ്ക്, അമൃത ന്യൂസ്. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. കൂടുതൽ വാർത്തകൾക്കായി അമൃത ന്യൂസിന്റെ YouTube ചാനൽ സന്ദർശിക്കുക. നമസ്കാരം.